നമസ്കാരം. ഇന്നലെയാണ് ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനി പൂപ്പത്തി ഷാജി പിടിയിലാകുന്നത്. പോലീസിനെ കണ്ടതും ഒന്ന് പതുങ്ങിയതാണ് ഷാജിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. കഞ്ചാവ് കടത്ത കേസുമായി ശിക്ഷിക്കപ്പെട്ട് അപ്പീൽ ജാമ്യത്തിലുള്ള പ്രതി 23 കിലോ കഞ്ചാവുമായിട്ടാണ് വീണ്ടും പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ കൊടകരയിൽ വന്നിറങ്ങി ഓട്ടോറിക്ഷ കാത്തു നിൽക്കവെയാണ് ഷാജിയെ വീണ്ടും പോലീസ് പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷോൾഡർ ബാഗും മറ്റൊരു വലിയ ബാഗുമായി നിൽക്കുകയായിരുന്നു ഇയാൾ. പോലീസിനെ കണ്ട് ബാഗുകളുമായി ഒളിക്കാൻ ശ്രമിച്ചതാണ് പിടിക്കപ്പെടാൻ ഇടയാക്കിയത്. ഇപ്പോഴിതാ പൂപ്പത്തി ഷാജി പിടിയിലായതിനു പിന്നാലെ ഷാജിയുടെ ഉറ്റ സുഹൃത്തും കൂട്ടാളിയുമായ ബോംബെ തലൈൻ ഷാജിയുടെ കേസുകളും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ബോംബെ തലൈൻ ഷാജി സ്ഥിരം ജയിലിൽ കിടക്കേണ്ടയാളെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇയാൾ കൊടും ക്രിമിനലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇയാൾക്ക് ആന്ധ്രയിലും ഒഡീഷയിലുമായി നിരവധി താവളങ്ങളുണ്ടെന്നും വിവരമുണ്ട്. ബംഗ്ലാതിരുത്തിയിൽ നിന്നും നക്സൽ ബാരികളിൽ നിന്നും മൊത്തമായി ചരക്കെടുക്കുന്നതാണ് ഇയാളുടെ രീതിയെന്നും പറയുന്നു. പളനിയും സേലവും മധുരവും കേന്ദ്രീകരിക്കുന്ന തൃശ്ശൂരിലെ മാഫിയ ഡോൺ. അധോലോക ബുദ്ധിക്ക് കൂട്ടുകാരിട്ട പേരായിരുന്നു ബോംബെ തലൈൻ എന്ന വിളിപ്പേര്. ജയിലിൽ കഴിഞ്ഞപ്പോൾ അഴിക്കുള്ളിൽ വരെ ലഹരി മാഫിയയെ നിയന്ത്രിച്ച ഡ്രഗ് മാഫിയ തലവനാണ് ബോംബെ തലൈൻ ഷാജി. ഇയാളുടെ നിയന്ത്രണത്തിലാണ് മധ്യ കേരളത്തെ ലഹരി മാഫിയ കീഴടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൂപ്പത്തി ഷാജി പോലീസ് വലയിൽ കുടുങ്ങുന്നതും. കുപ്രസിദ്ധ ലഹരി വ്യാപാരി എന്ന പേര് കൂടി ബോംബെ തലൈൻ ഷാജിക്കുണ്ട്. ലഹരി മാഫിയ സംഘത്തിലെ പേരെടുത്ത ഡോൺ കൂടിയാണ് ബോംബെ തലൈൻ ഷാജി. അടുത്ത സുഹൃത്തും ലഹരിക്കടത്തിൽ കൂട്ടാളിയുമാണ് പൂപ്പത്തി ഷാജി. തുടർച്ചയായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉൾപ്പെട്ട കേസുകളിലെ പ്രതിയായ ബോംബെ തലൈൻ ഷാജിയെ അടുത്തിടെ കരുതൽ തടങ്കലിലാക്കിയതും വാർത്തയായിരുന്നു. മോഷണം ഉൾപ്പെട്ട നിരവധി കേസുകളിൽ പ്രതി കൂടിയാണ് ബോംബെ തലൈൻ. പൂപ്പത്തി ഷാജി ബോംബെ തലൈൻ ഷാജിക്കൊപ്പം 3 പതിറ്റാണ്ടോളമായി സജീവ ലഹരിക്കടത്ത് സംഘാംഗമായി പ്രവർത്തിക്കുന്നുണ്ട്. പൂപ്പത്തിക്ക് ഇതിനോടകം 50-ലേറെ കേസുകളുണ്ട്. ഇയാൾ കുറച്ചുനാൾ ജയിലിൽ കിടന്ന ശേഷം അപ്പീൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ബോംബെ തലൈൻ ഷാജിക്കൊപ്പം കഞ്ചാവ് കടത്തിൽ വ്യാപൃതനാവുകയായിരുന്നു. അതേസമയം ലഹരിക്കടത്തുകാരനായ ബോംബെ തലൈൻ സ്ത്രീകളടക്കമുള്ളവരെ വെച്ച് ലഹരി കടത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇടയ്ക്ക് അതിമാരക മയക്കുമരുന്നായ MDMA 34 ഗ്രാമുമായി തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലേക്ക് തമിഴ്നാട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മൊത്തക്കച്ചവടം നടത്തിയിരുന്ന ഇയാളെ അറസ്റ്റ് ചെയ്തതും വാർത്തയായിരുന്നു. അന്ന് ബോംബെ തലൈൻ ഷാജിയെ കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മേലൂരിൽ നിന്നും തൃശൂർ റൂറൽ ജില്ലാ അഡീഷണൽ SP ലാൽ, ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഷാജ് ജോസ്, ചാലക്കുടി DYSP സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും കൊരട്ടി പോലീസും കൂടി ചേർന്നാണ് ഇയാളെ വലയിൽ കുടുക്കിയത്. ഷാജി എന്ന ബോംബെ തലൈൻ ഷാജിയുടെ വീട് പരിശോധിച്ചതിൽ നിന്ന് 34 ഗ്രാം MDMA കണ്ടെടുക്കുകയും ചെയ്തു. CI അരുൺ BK, SI സ്റ്റീഫൻ VG, ഉദ്യോഗസ്ഥരായ സൂരജ്, സജി വർഗീസ്, ഷാജു എടത്താടൻ, ജോബ് CA, ഷൈൻ, സൂരജ് V ദേവ്, ലിജു ഇയാനി, മിഥുൻ R കൃഷ്ണ, ഷറഫുദ്ദീൻ, മാനുവൽ, രഞ്ജിത്ത്, അജിത എന്നിവർ ചേർന്നായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ ഷാജി കൊരട്ടി പോലീസ് സ്റ്റേഷൻ റൌഡിയും തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ നിരവധി NDPS കേസുകളിലും മോഷണ കേസുകളിലും പ്രതി കൂടിയാണെന്നും അന്ന് കണ്ടെത്തിയിരുന്നു. അതുപോലെ മറ്റൊരു കേസിൽ ഒരിക്കൽ ന്യൂ ഇയർ ആഘോഷങ്ങളിൽ വിറ്റഴിക്കാൻ സൂക്ഷിച്ച MDMA വൻ ശേഖരം മേരൂരിൽ നിന്നും പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ബോംബെ തലൈൻ ഷാജിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്ന് 35 ഗ്രാം MDMA അന്ന് പിടിച്ചെടുത്തിരുന്നു. ശാന്തഗിരി ഭാഗത്ത് നിന്ന് 5 ഗ്രാം വീതം MDMA 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നാണ് ഷാജിയെ പറ്റിയുള്ള സൂചനകൾ ലഭിച്ചതും. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് MDMA ഇയാളെ പിടികൂടിയതും. കേരളത്തിലേക്ക് വിറ്റഴിക്കാൻ ലഹരി എത്തിക്കുന്നവരിൽ ഒരാളാണ് പ്രതി. അതുപോലെ ഉത്സവ സ്ഥലങ്ങളിൽ തമ്പടിച്ച് ബലൂൺ തുടങ്ങിയ കച്ചവടങ്ങളുടെ മറവിൽ ലഹരി വസ്തുക്കൾ വിറ്റഴിക്കുന്നതാണ് ഇവരുടെ ഒരു രീതിയെന്നും പോലീസ് പറയുന്നു. അങ്ങനെ ഇയാളുടെ പേരിലുള്ള കേസുകളുടെ എണ്ണം കൂടുന്നു. കൂടാതെ പിടിയിലായ ബോബൻ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലടക്കം 2 മയക്കുമരുന്ന് കേസുകളിൽ കൂടി പ്രതിയാണ്. പിടിയിലായ ഷാജി തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ പൊള്ളാച്ചി, പളനി, സേലം, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ച് അവിടെ താമസിച്ചാണ് ഇയാൾ കേരളത്തിലേക്ക് മയക്കുമരുന്ന് നടത്തുന്നത്. പ്രതികളുമായി മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നവരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ നിരവധി കേസുകളിൽ പ്രതി കൂടിയായ ബോംബെ തലൈൻ്റെ കേസുകൾ പൂപ്പത്തി ഷാജി പിടിയിലായതിനു പിന്നാലെ വീണ്ടും ഇവരുടെ കേസുകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.